ഓ, ഇന്ന് വാഴയുടെ കുഴി എടുക്കല എന്തൊരു ബുദ്ധിമുട്ടാ. കയ്യിൻ്റെ കുറവൊക്കെ നല്ല വേദന. ഈ മാസം ഇനി 4 പണി തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുക തന്നെയല്ല. കാലിലേക്ക് വേദന. ഈ സാരിക്കുട്ടിയുടെ ഉപ്പ എല്ലായിടത്ത് പുറത്ത് തന്നെ ഇരിക്കണേ. അകത്ത് കയറിയിരുന്നൂടെ? ആ ഇന്ന് തൊഴിലുറപ്പിന്റെ പണി ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങളെപ്പോൾ വന്നേ? ഉള്ളിലിരിക്കായിരുന്നില്ല, എന്താ പുറത്ത് തന്നെ ഇരിക്കണേ? ചായ വെച്ച് തന്നില്ലേ സാരിക്കുട്ടി? ചായ വീട് പൂട്ടിയിട്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോയിരിക്കുക. ചാൽക്കുട്ടിയും കാണാനില്ല. ഞാൻ നിങ്ങളെ കണ്ടപ്പോ ആ പണിക്ക് പോയിട്ട് വരുന്നു മനസ്സിലായി. സാരിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എവിടെ പോയണോ ഒരാളെയും കാണാനില്ല. പെൺകുട്ടി വാതിലും പൂട്ടിയിരിക്കണു. താക്കോല് ഇവിടെ വെച്ചിട്ടുണ്ടാവോ? എവിടേക്ക് പോയാണാവോ? താക്കോല് അതെ എവിടെയുണ്ട്? താക്കോല് ഇവിടെ വെക്കുക. വേണമെങ്കിൽ വേറെ കൂട്ടുകാർ അങ്ങനെ പോയിട്ടുണ്ടാവും. വരി, ഉള്ളിലിരിക്കുക, വരി. വന്ന് പുറത്ത് തന്നെ ഇരിക്കുകയാണല്ലേ. ഇതൊക്കെ വെച്ച അവിടെ കിടക്കുന്നുണ്ട്. വരി, ഉള്ളിലിരിക്കുക, വരി. വരി, നിങ്ങൾ ഇരിക്കുന്നാലേ സാലിക്കുട്ടി എങ്ങോട്ടാ പോയി നിന്ന് നോക്കട്ടെ. ഫോണെടുത്തിട്ടേ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പെൺകുട്ടി പറയാണ്ട് അങ്ങോട്ടും പോവില്ല. ഹലോ സാലിക്കുട്ടി, നീ എവിടെ? ചിത്തുവിൻ്റെ കൂടെ സിനിമക്ക് പോയിക്ക്? ഇവിടെ ഇട്ട പോലെ കിടക്കണ്. നീ ഇപ്പൊ സിനിമക്ക പോയിക്കണ്? ആരോട് ചോദിച്ചിട്ടാ നീ സിനിമക്ക് പോയി? നിന്റെ കെട്ടിയാനോട് ചോദിച്ചാ? സെക്കുമാനോട് ചോദിച്ചാ? ഇല്ല, ഞാൻ പെട്ടെന്ന് അവർക്ക് പിള്ളേരെ വിളിച്ചപ്പോ ഞാൻ അങ്ങനെ പോന്നു. അമ്മ ഇക്കാനോടൊന്നും വിളിച്ച് പറയാൻ നിൽക്കല്ലേ. ഇവിടെ ഒരു പണി ചെയ്തിട്ടില്ല സാലിക്കുട്ടി. ഞാൻ കാലത്ത് പോകും വിട്ട് വെച്ച പാത്രങ്ങൾ, ചായ കുടിച്ച പാത്രങ്ങളും ഒക്കെ അങ്ങനെ കിടക്കണ്. ഞാൻ അതൊക്കെ വന്നിട്ട് ചെയ്യും. ഞാനിപ്പോ വരും. അവരെ വിളിച്ച് പറയല്ലേ. ഇതൊന്നും ശരിയല്ല കേട്ടാ സാലിക്കുട്ടി. ഉമ്മ ഒരു പാവമായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഉമ്മാനെ ഇങ്ങനെ ആക്കണ്. ഇത്തിരിയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നീ എല്ലാ പണി ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് നീ സിനിമക്ക് പോകുമോ? നീ ആരോ കൂട്ടുകാരി ചിത്തു വിളിച്ചു പറഞ്ഞിട്ട്. അതെ, എൻ്റെ ഉപ്പ വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ പുറത്തിരിക്കുക സലീമ. വാതിലും പൂട്ടി വെച്ചിട്ട്. ആ ഉപ്പ, എൻ്റെ ഉപ്പ തന്നെയാ. മോളെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നാണ്. എവിടേക്കോ വന്നാണെന്നാ പറഞ്ഞേ. അപ്പോൾ വാതിൽ പൂട്ടിയിരിക്കുന്നു. അത് കാരണം ഞാൻ പുറത്തിരിക്കുകയാണ്. എവിടെ പോയി എന്ന് ചോദിച്ചു എന്നോട്. ഉപ്പാനെ പേടിയുണ്ടല്ലേ? അത്ര പോലും ഉമ്മാനെ എനിക്ക് പേടിയില്ല. നിർബന്ധിച്ച് വിളിച്ചോണ്ടാണ് ഞാൻ പോയത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടാവില്ലല്ലോ. ഞാനിപ്പോ വരും, കുറച്ച് കഴിഞ്ഞാൽ വരും. ഉമ്മ ഉപ്പാന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ട് അവിടെ ഇരിക്കുക. ഞാൻ വേഗം വരാം. ഉപ്പ വന്ന പിന്നെ തൊട്ട് ചോദിക്കുന്നുണ്ട്, സാലിക്കുട്ടി എവിടെ? വീട് പൂട്ടിയിട്ടുണ്ടല്ലോ, സാലിക്കുട്ടി എവിടെയെന്ന്. ഞാൻ എന്താ നിന്റെ ഉപ്പ ചോദിച്ചാൽ പറയേണ്ടത്? പറ. ഉമ്മ എന്തെങ്കിലും ഉപ്പാന്റെ അടുത്ത് പറയും. അമ്മ വേണമെങ്കിൽ ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് തുണി അടിക്കാൻ എന്തെങ്കിലും പോയിന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ ഉപ്പ അവിടുന്ന് പോയിക്കോളും. ഞാൻ വന്നിട്ട് വേണമെങ്കിൽ ഉപ്പാനെ അടുത്ത് സംസാരിക്കുക. അല്ലാണ്ട് ഇപ്പൊ ഞാൻ സിനിമക്ക് പോയി എന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ അത് മതി. അവർക്ക് പ്രശ്നമായിട്ടല്ല വരും. പ്ലീസ് ഉപ്പാന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇരിക്കേ. ഞാൻ പറയാ, അല്ലാണ്ട് ഇപ്പം എനിക്ക് എന്താ പറയാൻ പറ്റുമോ? മോള് സിനിമക്ക് പോയിക്കണെന്ന് ഉപ്പാനോട് പറയാൻ പറ്റുമോ? ഞാനാണെങ്കിൽ പണിക്ക് പോയിക്കണ തൊഴിലുറപ്പിന്. ഈ ഇവിടെ വരുമ്പോൾ വാതിലും പൂട്ടിയിട്ട് നീ തോന്നിയ പോലെ പോയിരിക്കുക. ഇതൊക്കെ നിൻ്റെ ഉപ്പ അറിഞ്ഞ് എന്താകും? ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ തന്നെ പറയുക. ഇതൊന്നും ശരിയല്ല കേട്ടോ സാലിക്കുട്ടി. ഇതൊക്കെ ഒരുപാട് എന്താ പറയുക, അങ്ങനെ താന്തോണിത്തരം അത് നല്ലതല്ല കേട്ടാ. പെൺകുട്ടികളാകുമ്പോൾ ഒത്തിരി ഒരു ഇതൊക്കെ വേണം. ശരി, നീ പോയി നോക്കി വാ, വന്നിട്ട് ഞാൻ സംസാരിക്കാം. ശരി എന്നാ. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, സാലിക്കുട്ടി ഒരു പരിപാടി ഉണ്ട് അവളുടെ കൂട്ടുകാരിയുടെ. അപ്പം അതിന് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കൂട്ടുകാരിയായിട്ട്. ഇതെപ്പോൾ കടന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ ഇത്തിരി നേരം വൈകും ഉമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപ്പ വന്ന് പുറത്തിരിക്കണ്, ഈ എന്താ വാതിലൊക്കെ പൂട്ടിയിട്ട് അവൾക്ക് പോയി ചോദിച്ചപ്പോൾ ഉമ്മ എനിക്കറിയില്ലല്ലോ, താക്കോല് തൂണുമ്മ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇത്തിരി നേരം വൈകുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇരിക്കുന്ന ചായ വെക്കട്ടെ. വേണ്ട ചായ ഒന്നും വേണ്ട. അതെ, ഞാൻ എങ്ങനെ പോയപ്പോ മോളൊന്ന് കാണാലോ കയറിയതാ.
ഇനിയിപ്പോൾ മോൾ അങ്ങോട്ട് പോയിരിക്കല്ലേ, ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എന്താ കാര്യം? ചായ ഞാൻ വരുമ്പോൾ കുടിച്ചിട്ടാ വന്നത്. ഈ ചായ കുടിച്ചിട്ട് പോവാ? അല്ല, എന്തെങ്കിലും അർജന്റ് ഉണ്ടോ സാലിക്കുട്ടിനെ കാണാൻ? അവള് വരുമ്പോൾ ഇത്തിരി നേരം വൈകുന്നാ പറഞ്ഞേ. അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം അവളോട്. ഇല്ലല്ല, വേറെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഞാനൊരാളെ കാണാൻ വന്നപ്പോൾ അങ്ങനെ കയറിയതാ. മോളൊന്ന് കണ്ടിട്ട് പോവല്ലോ, കണ്ടിട്ട് കുറേ ആയില്ലേ, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാച്ചിട്ട് കയറിയതാ. വേറെ വിശേഷമൊന്നും, അവർക്ക് സുഖം തന്നെയല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വയ്യാകിയൊന്നുമില്ല. ഞാൻ പിന്നെ ഫോൺ വിളിച്ചാലോ, വീട്ടിൽ പോയിട്ടേ ഞാൻ വിളിച്ച് ചോദിക്കാം, അന്വേഷിക്കാം. അപ്പം എന്നാ ചായ കുടിക്കാൻ നിൽക്കണില്ല അല്ലേ? ഇല്ലല്ല, ചായ കുടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ അവൾക്ക് വീട്ടിൽ പോയി ഞാൻ വിളിക്കാം, ചോദിക്കാം. ശരി എന്നാ, വന്നാൽ പറയും, ഞാൻ വന്നിട്ട് പോയി. പറയാം. ഓ, എന്ത് ഈ അടുക്കള കിടക്കണ കോലം. കാലത്ത് കിടക്കാൻ പോകുമ്പോൾ കണ്ട പോലെ തന്നെ ഇപ്പോഴും കിടക്കും. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? എന്തീ കിടക്കണ കോലം? കാലത്ത് കൊണ്ട് വെച്ച പ്ലാസ്റ്റിക്കാണ് ദേ ഇരിക്കുന്നു. ഇവരൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു വെച്ചിട്ടല്ലേ നമ്മളിപ്പോൾ ആരാലും പണിക്ക് പോകണം, വഹിച്ചിട്ടല്ല, വയ്യാണ്ടാണ് ഇതൊക്കെ പോകണം. അവിടെയും ചെയ്ത് കുടുംബത്തിൽ വന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയായിപ്പോയി. ഇപ്പോൾ സിനിമക്ക് പോകണമെന്ന് മോള് സിനിമക്ക് പോയിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാ. അപ്പോൾ അയാൾക്ക് നോക്കിയതൊക്കെ ഒന്ന് എടുത്തവിടെ ഒക്കെ ഇങ്ങനെ തന്നെ. എന്നാണ് ഇതൊക്കെ പണി പഠിക്കുക? മനുഷ്യന് വയ്യാറാവുക. ചെയ്ത് അവിടെയും ചെയ്ത് ഇവിടെയും ചെയ്ത് വയ്യ. നോക്കിയ കാലത്ത് ചായ തിളപ്പിച്ച് കുടിച്ച പാത്രങ്ങളൊക്കെ കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുക, എന്തെങ്കിലും ചെയ്യണ്ടേ? സിനിമയ്ക്ക് പോയിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാറുകാരനെ അയ്യോ ഇങ്ങോട്ട് വണ്ടി എടുത്തല്ലോ. എന്താ മാ മാ ആ ഉമ്മ, മോനെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്ത് വിശേഷം? നല്ല വിശേഷം മോനെ. എന്റെ മോൻ ക്ഷീണിച്ച് എത്ര കാലായി ഉമ്മ കണ്ടിട്ട്. ആ കാറുകാരനെ അവിടെ നിർത്തിയുള്ളൂ അമ്മ. അവിടെ നിന്ന് അതിങ്ങനെ പിന്നെ കേറൂല മോനെ, വണ്ടി ഇങ്ങനെ കേറൂല. അല്ലമ്മ, എലവത്തൂരൊക്കെ ആകെ മാറിയില്ലമ്മ. വരുന്ന വഴിക്ക് ബിൽഡിങ്ങും അതുപോലെ വീടുകളും എല്ലാം മാറിയല്ലോ. പള്ളിയൊക്കെ പുതുക്കി പണിത് 2 നിലയാക്കിണ്ടല്ലോമ്മ. ആ മോനെ, 3 വർഷമായില്ലേ നീ പോയിട്ട്. അപ്പോഴേക്കും പള്ളിയും എല്ലാ കാര്യങ്ങളും മാറി. അല്ല, ഓരോ കൊല്ലങ്ങൾ വരുമ്പോൾ മാറ്റം വരിക. അന്നത്തെ പോലെ കിടക്കണ എല്ലാം മാറിക്കണ്ട. റോഡ് തന്നെ നോക്കിയേ, കട്ട വിരിക്കലും ഇപ്പൊ ഈ അടുത്ത് ചെയ്താണ്. ഒക്കെ മാറി. ലെവലും ആൾക്കാരും എല്ലാവരും എല്ലാം കൊണ്ടും മാറി. നീ പോയി 3 കൊല്ലമായില്ലേ? സാലിക്കുട്ടി പോയത് തന്നെ, മോനും പോയതല്ലേ? അതല്ലമ്മ, എനിക്ക് വേണ്ടിട്ട് എന്താ ഉമ്മ ഉണ്ടാക്കിയിരിക്കണേ? വായോ, എന്റെ മോനിക്കൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ എന്റെ മോൻ വാ. അല്ല മോനെ, എന്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എത്ര മണിക്കായിരുന്നു അവിടുന്ന് ഇറങ്ങി? ഞാൻ അവിടുന്ന് 11 മണിക്ക് ഇറങ്ങി. പിന്നെ എയർപോർട്ടിലേക്ക് നിങ്ങൾ ഇനി ഇവിടെ വന്ന് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് പോകുന്നു. വരണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ലമ്മ, നല്ല പോലെ യാത്രയും കാര്യങ്ങളൊക്കെ. ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? രാത്രി ആയിരുന്നു അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ രാവിലെ 11 മണിക്ക്. വണ്ടിയിലിരുന്ന് ഉറങ്ങാനൊക്കെ പറ്റുമോ? ഓ, ഉറങ്ങാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്താ ഇപ്പോഴും അമ്മ കുടിക്കാൻ എടുക്കണ്ട്? ഒന്നും വേണ്ടപ്പാ, ഞാൻ കുളിക്കട്ടെ എനിക്ക് ആദ്യേ. അതെ, പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുളിച്ചിട്ട് വായ. ഉമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ബീഫും പത്തിരിയല്ലേ, ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, ഞാൻ ഉമ്മാന്റെ കയ്യിലത്തെ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടേ അവിടെ ഒക്കെ മെസ്സിലത്തെ ഫുഡല്ലമ്മ. കഴിച്ച് വയറൊന്നും ശരിയല്ല. ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടാ. വയ്യ, കുളിച്ചൊന്ന് പുറത്തേക്കൊക്കെ വല്ലാണ്ടായിക്കണം. ഉമ്മ തോർത്ത് ആ സോപ്പൊക്കെ ഒന്ന് എടുക്കണം. സിനിമ എടുക്കണം. അല്ല പോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. സാലിക്കുട്ടിനെ കൊണ്ടുവരണ്ടേ നമുക്ക്? നീ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. നീ പോയിട്ട് 3 കൊല്ലമാകാറായി അവള് പോയിട്ട്. അവള് നീ ഒപ്പം പോയതാ. അതൊന്നും ശരിയാവില്ലമ്മ. ഉമ്മാക്ക് അറിഞ്ഞൂടെ അന്നത്തെ പ്രശ്നങ്ങള്? എന്ത് ഇവിടെ നടന്നത്? എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചാ ഉമ്മ അടുത്തൊരു വാക്ക് പറയാണ്ടല്ലേ അന്ന് ഇവിടുന്ന് സിനിമയ്ക്ക് ഇറങ്ങിപ്പോയത്? എത്ര ധൈര്യം ഉണ്ടാവും? അങ്ങനത്തെ സൈസിലൊന്നും നമ്മുടെ കുടുംബത്തിനെ പറ്റിയൊന്നല്ലമ്മ. അതെ മോനെ, ഒരു സിനിമക്കാരൻ്റെ പോയുള്ളൂ.
അല്ലാണ്ട് വേറെ എവിടേക്കൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ എന്തോരം ചീത്ത നീ അവള് അതിൻ്റെ പേരിൽ നീ പറഞ്ഞവളെ. ഉമ്മ അത് നിസ്സാരമായിട്ട് കാണണ്ട. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം സിനിമയ്ക്കോ അങ്ങനെ കറങ്ങാനും ഇങ്ങനെയൊക്കെ പോവോ? നമ്മുടെ അടുത്തൊരു വാക്ക് ചോദിച്ചോടമ്മ. ഒന്നില്ലെങ്കിൽ ഞാൻ ദുബായില്, ഉമ്മ ഇവിടെ ഉണ്ടല്ലോ. ഉമ്മ അന്ന് എന്താ പറഞ്ഞു, തൊഴിലുറപ്പിനെ പോയിട്ട് വരുമ്പോ ഇവിടെ ആരും ഇല്ലാന്ന്. ഇതൊക്കെ ഏതെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന ശരി, കാര്യമാണോ? ചെറിയ കുട്ടിയല്ലേ പറഞ്ഞ വിവരമില്ലാണ്ടാണ്. അതൊക്കെ നീ ഒന്ന് ക്ഷമിക്ക്. നീ അവളെ ഒന്ന് കൊണ്ടുപോവാ. പോ, നീ പോയാൽ അവള് വരും. ഉമ്മ എന്തോ ആണെങ്കിലും കാര്യമില്ല. എൻ്റെ മനസ്സിലിപ്പോഴേ സാലിക്കുട്ടിയൊന്നും ഇല്ല. എനിക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഞാനിവിടെ വന്നത് 2 മാസമായി. ഉമ്മാൻ്റെ ഒപ്പൊക്കെ ഒന്ന് ഇവിടെ നാട്ടിൽ നിൽക്കാന്ന് വെച്ചിട്ടാണ്. നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ ഒന്ന് പോയിരുന്ന് കറങ്ങാം. അല്ലാണ്ട് സാലിക്കുട്ടീൻ്റെ ഒപ്പം സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എൻ്റെ വാക്ക് കേൾക്കാൻ പറ്റുന്നവരുടെ കൂടെ എല്ലാം എനിക്കിരിക്കാൻ ഇഷ്ടമാവും. എനിക്ക് താല്പര്യമില്ല. ഉമ്മ കൂടുതലായിട്ടൊന്നും പറയണ്ട. അങ്ങനെയൊന്നും പറയല്ല മോനെ. ഉമ്മ ഒറ്റയ്ക്കല്ല മോനെ ഈ വീട്ടിൽ കഴിയണം. ഉമ്മക്ക് എന്തെങ്കിലും വയ്യ, രാത്രി പെട്ടെന്ന് വയ്യ, എനിക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? നീ അതൊന്ന് ആലോചിച്ച് നോക്ക്. ഒറ്റയ്ക്കാണ് ഉമ്മ ഇവിടെ ജീവിക്കുന്നത്. ആരെങ്കിലും ആ കുട്ടികൾ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. എന്നും വിളിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് ഉമ്മ ഒറ്റയ്ക്ക് ഇവിടെ എടുക്കുക. നീ അതൊന്നും വാശി പിടിക്കല്ലേ മോനെ. നീ അത്രമാത്രം ആ കുട്ടീനെ കണ്ണീരും കുളിപ്പിച്ചിട്ടുണ്ട്. ചീത്ത പറഞ്ഞിട്ടും തല്ലി ഞാൻ തന്നെ ഉള്ളൂ. അത്രയ്ക്ക് നീ ചീത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിട്. നീ ആ കുട്ടീനെ പോയി വിളിച്ചിട്ട് വാ. ഉമ്മ എന്തുമ്മ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് സാലിക്കുട്ടിയുടെ കാര്യം പറയണം. എനിക്ക് ഈ ഫുഡ് പോലും കഴിക്കാൻ തോന്നില്ല കേട്ടാ. ഉമ്മ പറയണ പോലെ അല്ലമ്മ. അന്നത്തെ ആ സിനിമയ്ക്ക് പോണ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോഴേ എന്ത് അഹങ്കാരത്തിലാണ് സംസാരിച്ചെന്നറിയോ? സ്വന്തം കാലില് എന്താണ് ജോലിക്ക് പോകുന്നുണ്ട്, സമ്പാദിക്കാൻ പൈസ ഉണ്ട് എന്നൊക്കെ വിചാരത്തിൽ എന്തൊക്കെ വർത്താനം പറഞ്ഞെന്നറിയോ? ഒരു ബഹുമാനം ഇല്ലാത്ത പോലെ പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ആ ബന്ധം പറ്റില്ല, വീട്ടിൽ പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉമ്മ വീണ്ടും വീണ്ടും വിളിക്കുന്നു പറയണ്ട. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പം ഈ ചോറിന് മുമ്പിൽ നിന്ന് എനിക്ക് പോകണ്ട. ശരി, നീ ഭക്ഷണം വൈകുന്നേരത്ത് കഴിക്ക്. അതേ, ആറ്റുനൂറ്റ് ദുബായിൽ നിന്ന് വന്നിട്ട് ഉമ്മ ഇതിൻ്റെ അടിയിൽ ഇത് പറഞ്ഞിട്ട് നീ ഇപ്പം ഭക്ഷണത്തിൻ്റെ ഇതാക്കണ്ട. അതെ, ഉമ്മ പോയി സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഒരു ബുദ്ധിമുട്ടില്ല. ഉമ്മ പോയി സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് അവരുടെ കാര്യം പിടിക്കുന്ന പോലെ സംസാരിക്കും. ശരി, വേണ്ട. ഉമ്മ പോയിട്ടേ കൊണ്ടുവന്നോണ്ടു. നീ ഭക്ഷണം വൈകുന്നേരത്ത് കഴിക്ക്. ഒരു കയ്യിലെടുക്കുമ്മ. വെള്ള ഷർട്ട് കാണണല്ലോ, അത് കാണാനില്ലല്ലോ. ഇതിലില്ല, അപ്പുറത്താവോ? ഇതങ്ങനെ ആവോ? ഇതിലില്ല, അപ്പുറത്താണ് അലക്കാനിട്ടുണ്ടാവും. എന്ത് ചെയ്യുക? എന്നുവെച്ചാൽ മീറ്റിംഗ് ഉണ്ട്, വെള്ളയും ഇട്ടിട്ട് പോകാനാണ് തീരുമാനിച്ചു. ആ ഷർട്ട് കൊണ്ട് അവിടെ കൊണ്ട് അലക്കാട്ടുണ്ടാവും. അപ്പോൾ അവിടെ നോക്കിയിട്ട് കാര്യമില്ല, ഇതന്നെ മതി. പിന്നെ എന്ത് ചെയ്യുക? സാലിക്കുട്ടി എന്ത് പറയണാവോ? രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ നമ്മൾ കിടന്നിട്ടാണ് നേർന്ന്. മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ മോനല്ലേ കിടന്ന് ബുദ്ധിമുട്ടുന്നു. വന്നിട്ടൊരു സമാധാനം ഉണ്ടാവും എനിക്ക്. ആരുമില്ലേ? ആ, നിങ്ങളാ? എന്താ ഇവിടെ? എന്താ ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ മക്കളുടെ സാലിക്കുട്ടിയോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ. മോൻ വന്നിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ? എങ്ങനെ ഇരുന്നാൽ മതിയാ? അതിനിപ്പോഴേ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പൊന്നേന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചെല്ലം കൊടുത്ത് വളർത്തിപ്പോയി. അത് കാരണം നമ്മളൊന്നും പറയണത് അനുസരിക്കുന്നില്ല. ഇപ്പോഴത്തെ മക്കളുടെ ജീവിതം അങ്ങനെയാണല്ലോ, അവർ തീരുമാനിക്കണമെന്നില്ലേ. നമ്മളതിൻ്റെ കൂടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഉപ്പ അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെയൊന്നും പറയണ്ട, നമ്മൾ ചീത്ത പറയുന്നത്. അത് കാരണം ഞാൻ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ചേർത്ത് വെച്ച് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം തന്നെയാന്നേ. ഞാനൊരു മോളെ പറ്റ ഇപ്പല്ലേ, ഇപ്പം എനിക്കറിഞ്ഞൂടെ മോളെ എങ്ങനെ ജീവിക്കണം, നല്ലത് ജീവിക്കണം. എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ അവനും തന്നെ വാശി. ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് ഈ പോയി നിന്നെ കാണുമ്പോൾ ഒക്കെ ശരിയാവും. ചെല്ലി പറഞ്ഞ ഉമ്മാട് ചോദിക്കാണ്ട് എന്നോട് ചോദിക്കാണ്ട് അവളിങ്ങനെ ചെയ്തില്ലേ? പറയുമ്പോഴേ തൊള്ളയെ കുത്തുമ്പോലെ വർത്താനം പറയണ. ഞാൻ പോവില്ല. അപ്പോൾ ഉമ്മ കോട്ടയെന്ന് വെച്ചപ്പോൾ അത് ഉമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നതാണ്. ഇങ്ങനെ വിട്ടാൽ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടേ അവളെ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞാക്കി ചേർന്ന് ജീവിക്കട്ടെ. ചെറുപ്പല്ലേ മക്കള്, അവർ വാശി പിടിച്ച് പറഞ്ഞാൽ നമ്മൾ വലിയൊരു അതുപോലെ വിടാൻ പറ്റുമോ? എവിടെ അവളെങ്ങോട്ട് വിളിച്ചേ? ഞാൻ സംസാരിക്കാം. അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ. അവൾ ഒരേ വാശിയിൽ ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് പോയിട്ട് 3 കൊല്ലമായി. 5 കൊല്ലത്തെ പഠിപ്പാണ്. ഞാൻ മാസം മാസം പൈസ അയച്ചു കൊടുക്കും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വരാച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ലീവ് ഉണ്ടാവില്ല.
മുടക്കുണ്ടാവില്ല. ആ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കാരണമാണ്, അവിടെ നിന്ന് പുറത്തേക്ക് വരാനും പറ്റില്ല. അപ്പം ഞാൻ എന്താ പറയുന്നത്, ഫോൺ വിളിക്കും, ഇടയ്ക്കും സംസാരിക്കും, അതന്നെ. അല്ലാണ്ട് ഇപ്പം കണ്ടിട്ട് ഇപ്പം എത്രയായി, ഞാൻ കുറേ ആയി. അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കലും വരുന്നത്, ഇപ്പം അതുമില്ല. അല്ല, ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത് എൻ്റെ മോൻ്റെ കാര്യത്തിൽ? നിങ്ങൾ തന്നെ പറയേ, ഞാൻ എന്താ പറയേണ്ടത്? ഇപ്പം അവൻ വന്നിട്ടുണ്ട്, 2 മാസത്തെ ലീവിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോനിക്ക് എന്താ വേണ്ടാന്ന് വെക്കുകയാണോ? ഈ ബന്ധം വേണ്ടാന്ന് വെക്കാനുള്ള പ്ലാനാണോ നിങ്ങളെ മോളുടെ മനസ്സിൽ? എന്തായാലും തുറന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്കറിയാം. എന്ത് നിങ്ങൾ പറഞ്ഞ ഡൈവേഴ്സ് ചെയ്യാന്നാ? എന്ത് നിങ്ങൾ പറയണം? ചെറുപ്പം പിള്ളേരില്ലേ, അവർ ഭാവി നമ്മളായിട്ട് എന്തിനാ കളിക്കാൻ നിൽക്കുന്നത്? ഞാൻ ഒന്ന് വിളിച്ച് സംസാരിക്കാം. നിങ്ങൾ വിളിച്ച് സംസാരിക്കണ്ട, നിങ്ങൾ വിളിച്ചിട്ട് എൻ്റെ കയ്യിലൊന്ന് തന്നെ. ഞാൻ വിളിച്ച് സംസാരിക്കാം അവളോട്. അവൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, അവൾ എൻ്റെ കൂടെ വരികയും ചെയ്യും. ഞാൻ പറഞ്ഞ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും. ഒന്ന് വിളിച്ച് തന്നാൽ മതി. എന്നാൽ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചിട്ട് വരാം. ഹലോ, ആ ശാലിക്കുട്ടി, ഉമ്മയാണ്. ആ, ഞാനിപ്പോൾ നിങ്ങളെ വീട്ടിലുണ്ട്. അല്ല മോളെ, നീ അവനൊരുത്തിൽ ഇങ്ങനെ ജീവിച്ചാൽ മതി. അപ്പം 3 കൊല്ലമല്ലേ ആകാൻ പോണ്. എന്താ മോളെ, നിനക്ക് നല്ല വിദ്യാഭ്യാസവും പഠിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നീ ഞങ്ങൾക്ക് വിവരം പറഞ്ഞു തരുന്ന കുട്ടിയാ. അപ്പം നിനക്ക് ഞാൻ ഉപദേശിച്ച് തരുന്ന പോലെയായിപ്പോൾ. എന്താണ് ഇപ്പം നാട്ടിൽ അവൻ വന്നിട്ടുണ്ട്, നീയും വാശി പിടിച്ച അവനും വാശി പിടിച്ച എങ്ങനെയാ മോളെ? ഇങ്ങനെയൊന്നും പറയില്ല മോളെ. ഇതേ നിങ്ങൾ ചെറുപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണോ? അതാണ് ഞങ്ങൾക്ക് നല്ലത്. മോൻ വന്നിട്ടുണ്ട്, അവൻ്റെ മുഖം കാണുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര വിഷമം. മോളവിടെ ഇങ്ങനെ ജീവിച്ചാൽ മതിയാ? മോള് വായോ, മോൾക്ക് പഠിപ്പും വേണ്ട, ഒന്നും വേണ്ട. മോള് ഇവിടുന്ന് പുറപ്പെട്ട് വന്നേ. എന്താ മോള് നീ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊന്നും നീ പറയല്ലേ. ആ അയ്യോ വച്ചു. ഹലോ ഹലോ വെച്ചു. എന്താ ഈ കുട്ടി ഇങ്ങനെയായി? ആ കുട്ടി ആളെ മാറിയല്ലേ പഠിച്ചവനെ. ഷോ, എന്താ ചെയ്യുക? എങ്ങനെ വാശി പിടിച്ചു നിന്നാ എന്താ ചെയ്യുക? ഇതാ ഫോൺ. എന്തായി? മോള് വരാമെന്ന് പറഞ്ഞു. വരാന്നല്ല മോള് പറഞ്ഞത്. അതേ, എല്ലാ കുടുംബത്തും ഉണ്ട് മക്കളെ പ്രസവിക്കുക തന്നെ, മക്കളെ വലുതാക്കുക തന്നെ, മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക തന്നെയാണ്. പക്ഷെ ഇമാതിരി മക്കളെ താന്തോണി തരത്തിൽ വളർത്താൻ പാടില്ല. നല്ല ആട്ടൊക്കെ ഒതുക്കത്തോടെ വളർത്തണം. പെൺകുട്ടിയാണത്, പറഞ്ഞത് ഒരു പെട്ടിക്ക് സമ്മതിക്കണില്ല. മക്കളെ നല്ല ഒതുക്കത്തിൽ അടിക്കണവിടെ അടിക്കണം, പറയണവിടെ പറയണം. അത് ചെയ്യും ഇത് ചെയ്യും പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ പേടിച്ച് ഇതാകാൻ പാടില്ല. നിങ്ങളെ വർത്താനം ഇതില്ല, മോള് വർത്താനം അതുപോലെയാ, തല തിരിഞ്ഞ പോലെയാ മോള് സംസാരിക്കുന്നത്. ഇതിനെന്താ വേണ്ടതേ? ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങളെ വിവരം അറിയിക്കുക. അല്ലാണ്ട് ഇത് ഞങ്ങൾ കെട്ടിക്കാവൽ ഇരിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ശരി, ഞാൻ പോട്ടെ, നേരെ ഒരുപാടായി. വെറുതെ വന്ന് മെനക്കെട്ടു. ചെയ്യാ ഇവരുടെ വാക്കൊന്നും ഞാൻ കേൾക്കണ്ടായിട്ടൊന്നും. മോള് ചോദില്ലെങ്കിൽ എന്താ ചെയ്യുക? നമ്മളെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? മോളെ അങ്ങനെ ചെല്ലത്തിൽ വളർത്തി പോയില്ലേ.